ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 2 മക്കബേയർ 15-ാം അധ്യായം 9-ാം തിരുവചനം. നിയമത്തിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും വാക്യങ്ങൾ ഉദ്ധരിച്ച് അവൻ അവർക്ക് ധൈര്യം പകർന്നു. തങ്ങൾ വിജയം വരിച്ച യുദ്ധങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ പൂർവാധികം ഉത്തേജിപ്പിച്ചു. ദൈവവചനം ശ്രവിക്കുന്ന സഹോദരീ സഹോദരന്മാരെ, പഴയ നിയമകാലത്ത് യുദ്ധത്തിനു വേണ്ടി പടയാളികളെ ഒരുക്കുമ്പോൾ പ്രവാചകന്മാരുടെ ദൈവം അരുളി ചെയ്ത തിരുവചനങ്ങളാലും നിയമപുസ്തകത്തിൽ നിന്നുള്ള തിരുവചനങ്ങളാലും പടയാളികൾക്ക് ധൈര്യം പകരുന്ന സാഹചര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പടയാളികൾക്ക് മുൻപുണ്ടായിരുന്നവർ, അല്ലെങ്കിൽ ഈ ദേശം, ഈ രാജ്യം മുൻപ് യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ വിജയിച്ച കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പടയാളികൾക്ക് ധൈര്യം പകരുന്നു. ഇത് നമ്മൾക്കും ഒരു സാക്ഷ്യമായി മാറണം. ദൈവവചനം ശ്രവിക്കുമ്പോഴും ദൈവവചനം വായിക്കുമ്പോഴും ആ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ആ ദൈവവചനം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും ആ ദൈവവചനത്തിൻ്റെ ശക്തി കൊണ്ട് കർത്താവ് ഈശോ മിശിഹായുടെ സഹായത്താൽ നിങ്ങൾ ആ കാര്യത്തിൽ വിജയം പ്രാപിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും എന്തിനു വേണ്ടിയാണോ, ഏത് കാര്യത്തിനു വേണ്ടിയാണോ നമ്മൾ ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്നത്, ആ ഇറങ്ങുന്നതിന് മുമ്പ് തിരുവചനം വായിച്ച് നമ്മളെ തന്നെ ബലപ്പെടുത്തുക. കർത്താവ് എനിക്കിത് നേടിത്തരും. കർത്താവ് എൻ്റെ മുൻപേ പോയി എൻ്റെ തടസ്സങ്ങൾ മാറ്റിത്തരും. എൻ്റെ പിതാവായ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവമായ കർത്താവ് പടയാളികളെ ഉത്തേജിപ്പിച്ചതുപോലെ നിങ്ങളുടെ മനസ്സിനെയും ധൈര്യപ്പെടുത്തട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.